ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ ജില്ല എന്ന നേട്ടം സ്വന്തമാക്കി ആലപ്പുഴ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും നടപടികൾ പൂർത്തിയായി. അർബുദം പോലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൊതുജന പങ്കാളിത്തം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഭവന നിർമ്മാണം, മൊബിലിറ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ആരോഗ്യം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവയ്ക്ക് പാക്കേജ് പിന്തുണ പകരുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിൽ സീഷെൽസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज हम $175 मिलियन के स्पेशल इकोनॉमिक पैकेज की घोषणा करने जा रहे हैं. यह पैकेज सोशल हाउसिंग, मोबिलिटी, वोकेशनल ट्रेनिंग, स्वास्थ्य, रक्षा और मैरीटाइम सिक्योरिटी जैसे क्षेत्रों में ठोस परियोजनाओं को सपोर्ट देगा. ആരോഗ്യം, IT തുടങ്ങി വിവിധ മേഖലകളിലായി 7 ധാരണാപത്രങ്ങളിലും ഇന്ത്യയും സീഷെൽസും ഒപ്പുവെച്ചു. മെഡിക്കൽ, ടൂറിസം, ആരോഗ്യ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ സീഷെൽസുമായി ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായും സീഷെൽസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥികളുടെ കഴിവുകൾ അർത്ഥപൂർണമായി വിനിയോഗിക്കാൻ വഴികാട്ടുകയാണ് പരീക്ഷാ പേ ചർച്ചയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുതെന്ന് മാതാപിതാക്കളോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തന്നേക്കാൾ കഴിവ് മറ്റൊരാളിൽ കണ്ടാൽ അത് സ്വായത്തമാക്കാൻ പരിശ്രമിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപദേശം നൽകി. വിദ്യാർത്ഥികളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് പരീക്ഷാ പേ ചർച്ചയ്ക്ക് ലഭിച്ചത്. മത്സര പരീക്ഷകളെ ലളിതമായി സമീപിക്കാനുള്ള ആത്മധൈര്യം ഇതിലൂടെ ആർജിക്കാനായെന്ന് തിരുവനന്തപുരം ആർമി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആവണി SK ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത്തെ എഡിഷനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യുവതലമുറയെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിനെ പറ്റിയും സമഗ്ര വ്യക്തിത്വ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ സരളമായി വിശദീകരിച്ചു. പരീക്ഷാ പേ ചർച്ച കണ്ടതിനു ശേഷം ലഘു പരീക്ഷകൾ പോലെ ലളിതമായി കാണാനുള്ള ആത്മധൈര്യം ഉണ്ടായി. അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ തയ്യാറെടുക്കാൻ പ്രചോദനം ലഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിലേറെ തവണ നിർത്തിവെച്ച സഭാ നടപടികൾ 2 മണിക്ക് പുനരാരംഭിച്ചപ്പോൾ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് MP ശശി തരൂരിനെ പ്രിസൈഡിംഗ് ഓഫീസർ ക്ഷണിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിവിധ വിഷയങ്ങളിൽ സംസാരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യമാണ് ശശി തരൂർ MP മുന്നോട്ട് വെച്ചത്. നോട്ടീസ് നൽകിയിട്ടില്ലെന്ന കാരണത്താൽ ഇതിന് പ്രിസൈഡിംഗ് ഓഫീസർ അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തിപ്പെട്ടതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷം രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് SIRമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി മാറി ആലപ്പുഴ. 2,56,094 കേസുകളിലാണ് ഹിയറിംഗ് നടത്തി പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. പരിശോധന പൂർത്തിയാക്കിയപ്പോൾ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് 16,12,110 പേർ യോഗ്യത നേടി. 4,438 വോട്ടർമാർ അയോഗ്യരായി. 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയാതിരുന്ന 1,00,000 വോട്ടർമാരുടെയും വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്ന വോട്ടർമാരുടെയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി അപേക്ഷിക്കുന്ന പുതിയ വോട്ടർമാരെയും ഉൾപ്പെടുത്തി ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും ആലപ്പുഴയ്ക്ക് പിന്നാലെ 100% എന്ന നേട്ടം സ്വന്തമാക്കി. തിരുവനന്തപുരത്ത് 4,77,546 കേസുകളിലും എറണാകുളം ജില്ലയിൽ 3,93,113 കേസുകളിലുമാണ് ഹിയറിംഗ് നടന്നത്. ഫെബ്രുവരി 12 സംസ്ഥാനത്തുടനീളം ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി.
DA നിലവിലെ 22% നിന്ന് 25% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവായത്. വർദ്ധിപ്പിച്ച നിരക്കിലുള്ള ക്ഷാമബത്ത ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അർബുദം പോലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൊതുജന പങ്കാളിത്തം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റായ ജീവിത രീതികൾ ഉപേക്ഷിക്കുന്നതും രോഗപ്രതിരോധം പോലെ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ 450 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അർബുദം പോലെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൊതുജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും തുടർന്നു വരുന്ന ജീവിത രീതിയുണ്ട്. തെറ്റായ ജീവിത രീതികൾ തിരുത്താൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മികച്ച ആരോഗ്യ പരിപാലന ശീലങ്ങൾ പിന്തുടരാനും കഴിയണം. ഓരോരുത്തരും വ്യക്തിപരമായ ഉത്തരവാദിത്തമായി തന്നെ രോഗങ്ങളുടെ പ്രതിരോധത്തെ കാണണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മറ്റന്നാൾ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. കേരള ലോക് ഭവനിൽ ഇന്ന് നടന്ന പ്രഭാഷണ പരിപാടിയിൽ ബ്രിഗേഡിയർ സൌരഭ് സിംഗ് ഷെഖാവത്ത് പങ്കെടുത്തു. സൈനിക നടപടികൾക്ക് ഇടെയുണ്ടായ സവിശേഷ അനുഭവങ്ങൾ അദ്ദേഹം പരിപാടിയിൽ പങ്കുവച്ചു. നാനാത്വത്തിൽ ഏകത്വം വ്യക്തമാക്കുന്ന ദേശീയതയാണ് രാജ്യത്തിന്റെ ആത്മാവെന്ന് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് OV. യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെലങ്കാനയിലെ 5 ജില്ലകളിൽ നിന്നായി 37 പേർ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാഷയും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കി രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ യുവതയെ ഭാഗമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതാണ് അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടി. ചെലവ് കുറഞ്ഞ പ്രാദേശിക വിമാന സർവീസുകൾ സാധ്യമാക്കുന്ന ഫ്ലൈ 91 എയർലൈൻസ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ യാത്രക്കാരെ സിയാൽ ടെർമിനലിലെ ചെക്ക് ഇൻ ഏരിയയിൽ ഔപചാരികമായി സ്വാഗതം ചെയ്തു. കൊച്ചി ലക്ഷദ്വീപ് റൂട്ടിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തും. കേരളത്തിൽ പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാം. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയം ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസസ് 485 പോയിന്റ് വർദ്ധിച്ച് 84,065-ലും നിഫ്റ്റി 173 പോയിന്റ് ഉയർന്ന് 20,867-ലും വ്യാപാരം അവസാനിപ്പിച്ചു. രാജ്യത്ത് സ്വർണ്ണവിലയിൽ വർധന പവന് 1,15,800 രൂപയും ഗ്രാമിന് 14,475 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകവും കേരള സർക്കാരിന്റെ ISM ഹോമിയോ വകുപ്പും സംയുക്തമായി കവരത്തി ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റലിൽ 3 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 10 ദ്വീപുകളിൽ നിന്നായി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയവും കുറ്റമറ്റതുമാണെന്ന് ഉറപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 19-ന് കേസ് വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജികളിൽ തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദത്തിനായി നാളെ വൈകിട്ട് കേസ് പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപ് രാഷ്ട്രമായ സീഷൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ നിന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ ജില്ലയെന്ന നേട്ടം സ്വന്തമാക്കി ആലപ്പുഴ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും നടപടികൾ പൂർത്തിയായി. അർബുദം പോലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൊതുജന പങ്കാളിത്തം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.